വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. Gospel according to Saint Luke, chapter 15, verses 17 to 24. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങൾ ആക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സംശയമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, ദുഃഖമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാകണമേ. ആമേൻ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, സഭർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിമാർ, അഭിവന്യ തിരുമേനിമാർ, വികാരി ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, സേവനിമാരെ, സന്യസ്തരെ, പ്രിയ ദൈവജനമേ, ഗായക സംഘത്തിൻ്റെ അംഗങ്ങളെ, സുവിശേഷ സംഘം ചുമതലക്കാരെ, കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ചെറുതും വലുതും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ ഓരോരോ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നവരെ, പല സ്ഥലങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഇന്ന് ഈ വചനകൂടാരത്തിൽ സന്നിഹിതരായിരിക്കുന്നവരെ, ഓൺലൈനിലും മറ്റും പല രാജ്യങ്ങളിൽ ഇരുന്ന് സുവിശേഷം ശ്രദ്ധിക്കുന്നവരെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 130ാമത് മാരാവൺ കൺവെൻഷൻ്റെ 6ാം ദിവസം, ഈ 6 മണി നേരത്തെ ഏകദേശം ഈ പമ്പയാറിൻ്റെ നെറുകയിലിരുന്ന് തിരുവചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. അതിനായി പമ്പയാറ് ഒതുങ്ങി ഒഴുകുകയാണ്. 2 സൈഡിലേക്കും ഒതുങ്ങി ഒഴുകി അതിൻ്റെ ഹൃദയം തുറന്ന് ഈ വചനകൂടാരത്തിലിരുന്ന് വചന കേൾവിയിലൂടെ നമ്മൾ ക്രിസ്തുവിൽ ഒരുക്കമുള്ളവരായിത്തീരുന്നതിന് ദൈവം സഹായിക്കുന്ന വൻകൃപയെ ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നദിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഒഴുകി ഒഴുകി കടലിൽ എത്തുക എന്നുള്ളതാണ്. കടലിൽ വിലയം പ്രാപിക്കുക, ജീവിതം സാർത്ഥകമാക്കുക. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്, ഒരു മടക്ക യാത്രയിൽ. നമ്മൾ എത്തേണ്ടുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉള്ളവരാണ്.
നദിക്ക് സാഗരോത്മുഖമാകാൻ സാധിക്കാത്തതുപോലെ, അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതുപോലെ നമുക്ക് നിശ്ചയമായും സാധിക്കേണ്ടുന്ന മടക്കയാത്രയിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻ്റ് അഗസ്റ്റീൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, നീ നിനക്കായി എന്നെ സൃഷ്ടിച്ചു, ഞങ്ങളെ സൃഷ്ടിച്ചു. നിന്നിലെത്തുന്നിടം വരെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. അല്പം പാഠഭേദം വരുത്തി ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ തിരുത്തി പറഞ്ഞു: ദൈവമേ, നീ നിനക്കായും മറ്റുള്ളവർക്കായും ഞങ്ങളെ സൃഷ്ടിച്ചു. നിന്നിലൂടെ മറ്റുള്ളവരിലും മറ്റുള്ളവരിലൂടെ നിന്നിൽ എത്തുന്നിടം വരെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. ക്രിസ്തീയ ജീവിതം പൂർണ്ണമായും സ്വസ്ഥതയുടെ ജീവിതമോ യാത്രയോ അല്ല. അത് നിരന്തരമായ സംഘർഷത്തിൻ്റെ ജീവിതമാണ്, സംഘർഷഭരിതമായ യാത്രയാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ സംഘർഷം അവസാനിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച് അയച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ്. പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് പരദേശികളായി നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകം ശാശ്വതമായി നമ്മൾ ജീവിക്കുന്ന ലോകമല്ല. ഒരു നാളിൽ നമ്മൾ മടങ്ങേണ്ടവരാണ് എന്നുള്ള ബോധ്യം, ഈ മടക്ക യാത്രയെക്കുറിച്ചുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ അവസാനിക്കും, മരണമുണ്ടാകും എന്നുള്ള മരണഭയം അല്ല നമുക്ക് വേണ്ടുന്നത്. പക്ഷേ കൃത്യമായ മരണബോധം നമുക്കുണ്ടാകണം. മരണബോധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഒരുപാട് ആളുകളും നമ്മുടെ ആരോഗ്യമുള്ളപ്പോഴും നമ്മുടെ സമൃദ്ധിയുടെ നടുവിലും നമ്മൾ ഉടനെ ഒന്നും മരിക്കുകയില്ല എന്ന് വിചാരിക്കുകയും മരണത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭയം നമുക്ക് ആവശ്യമുള്ളവരല്ല. മറിച്ച് ഞാൻ മടങ്ങേണ്ടവനാണ് എന്നുള്ള ബോധത്തോടു കൂടിയുള്ള മരണബോധം നമ്മളെ മനുഷ്യരാക്കുന്നതാണ്. ഇന്ന് ലഘുവായി ഈ ഭാഗത്തു നിന്ന് നമ്മൾ വായിച്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷ 15-ാം അധ്യായത്തിൻ്റെ വിശദീകരണങ്ങൾ ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനു മുമ്പേ പറയാനുള്ള ഒരു സന്തോഷ വാർത്ത, ഇന്നൊരു പ്രസംഗം ഇല്ല എന്നുള്ള വാർത്തയാണ്. അവിടെയൊക്കെ ഇരിക്കുന്നവർക്കൊരു സന്തോഷം ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ഈ പ്രസംഗത്തെക്കുറിച്ച് നമ്മുടെ സാറ് റിപ്പോർട്ടുകളൊക്കെ വായിച്ചപ്പോൾ വൺ ആഫ്റ്റർ അനദർ നമ്മളെ അങ്ങ് ബംബാർഡിങ് വിത്ത് സ്ക്രിപ്ചർ, ഐഡിയാസ്, ന്യൂ തിങ്കിങ്സ്. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ നിങ്ങളുടെ ബുദ്ധിക്കും തലയ്ക്കുമൊക്കെ ഒരു സമാധാനം വരുന്നതിന് സഹായകരമായി പ്രസംഗമില്ല എന്നുള്ള സന്തോഷ വാർത്ത അവിടെ ഇരുന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുന്ന സ്ത്രീകളെ കൂടി അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾക്കിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൊച്ചു വർത്തമാനങ്ങൾ പറയുക മാത്രമാണ്. നിങ്ങളുടെ ചെറുതായിട്ട് ഉത്തരങ്ങൾ പറയണം. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നെ കാണാമല്ലോ ഇല്ലേ? അത് ചോദിച്ചപ്പം തലയും കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലളിതമായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സ്നേഹ സംഭാഷണത്തിൽ അവിടെ ഇരിക്കുന്നവർക്കും കേൾക്കാം. നിങ്ങൾ ആണ് എന്നെ ഒന്ന് സഹായിക്കേണ്ടത് എന്നാണ്. ജലാലുദ്ദീൻ റൂമി, അതേ ഒരു സൂഫി മിസ്റ്റിക്കാണ്. അദ്ദേഹം ദൈവത്തിന് ഒരു ഉപഹാരം, ഒരു സമ്മാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായി എഴുതി. അപ്പോൾ അദ്ദേഹം ആലോചിച്ചപ്പോൾ ദൈവത്തിന് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത്? എന്ത് കൊടുക്കാൻ നിശ്ചയിച്ചാലും സ്വർണവുമായി സ്വർണ്ണക്കനിയിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വെള്ളവുമായി കടലിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ സമ്മാനമായി കാണുന്നതെല്ലാം അദ്ദേഹം പറയുകയാണ് പൗരസ്ത്യ ദേശത്തേക്ക് വാസനാദ്രവ്യങ്ങളുമായി പോകുന്നത് പോലെ ആണ്. ഒടുവിൽ വിചാരിച്ചു, എൻ്റെ ആത്മാവും ഹൃദയവും ദൈവത്തിന് സമർപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ആത്മാവും ഹൃദയമൊക്കെ എത്രയോ മുമ്പേ അത് ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം നിശ്ചയിച്ചു, ദൈവത്തിന് ഒരു കണ്ണാടി കൊടുക്കാം. ദൈവത്തിനൊരു കണ്ണാടി കൊടുക്കാം.
ദൈവം കണ്ണാടിയിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ എന്നെ ദൈവം ഓർക്കും, മനുഷ്യരെ ദൈവം ഓർക്കും. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളുടെ മുഖം കാണും. ആ മുഖം കാണുമ്പോൾ ഞാൻ ഏത് സ്വരൂപത്തിൽ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിച്ചവനെ മുഖം നമ്മൾ കാണും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണാടി നമ്മൾ നോക്കുമ്പോൾ നമ്മളായിരിക്കുന്നതും നമ്മളാകേണ്ടതും ഒരുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് നൗ ആൻഡ് വാട്ട് വി ഓട്ട് ടു ബി. നമ്മൾ എന്തായിരിക്കണം, ഇപ്പോൾ നമ്മൾ എന്താണ്. ആകാമായിരിക്കുന്ന ജീവിതത്തെ ആയിരിക്കുന്ന ജീവിതം കൊണ്ട് സമീക്ഷിക്കുമ്പോഴാണ്, നമ്മൾ തുലനം ചെയ്യുമ്പോഴാണ് അത് ഒരു ആത്മപരിശോധനയായിട്ട് തീരുന്നത്. ഇവിടെ ഇരിക്കുന്ന സ്നേഹിതരെ എല്ലാവരോടും നമ്മളോട് പറയാം, ഇതൊരു ആത്മശോധനയുടെ സമയമായിത്തീരണം. ഇതൊരു കണ്ണാടി നോട്ടമാണ്. ഓരോ വചന കേൾവിയും ഒരു കണ്ണാടി നോട്ടമാണ്. ഇന്ന് ഞാൻ പ്രധാനമായും എൻ്റെ മനസ്സിൽ ഉള്ളത്, ദൈവകൃപയിൽ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ കുംഭസാരത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ലളിതമായി നമ്മളതൊന്ന് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സഹായവും ഉത്തരങ്ങളും അതിന് വേണം. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിൽ ഒരു പേപ്പർ തന്നാൽ നിങ്ങൾ എത്ര എഴുതിയാലും തീരാത്തതുപോലെയുള്ള പ്രശ്നങ്ങൾ ലോകത്തിലുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അഭയാർത്ഥി പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിയിൽ കാണുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല. ദീസ് ആർ ഓൾ grave issues and these are issues that we have to address the most efficient way, the rational way and the scientific way. ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. എന്നാൽ ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയ്ക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, അതേത് വിശ്വാസികളാണെങ്കിലും, ക്രൈസ്തവനോ എന്ന് വിശ്വാസം ഉള്ള ആരും, ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആരും, അവർ ഈ ലോകത്തിൽ നോക്കുമ്പോൾ അവർ കാണുന്ന ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ലല്ലോ അതിൻ്റെ വെളിച്ചം. വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാവുന്നത് സ്നേഹരാഹിത്യം എന്നുള്ളതാണ്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടാനുമുള്ള മനുഷ്യൻ്റെ അദമ്യമായ താല്പര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഇരിക്കുന്ന സ്ത്രീകളോടാണ് ഒരു ചോദ്യം. നിങ്ങൾ പൂർണ്ണമായി സ്നേഹിക്കപ്പെടുന്നവരാണ്, പൂർണ്ണമായി സ്നേഹിക്കുന്നവരാണെന്ന് ഉറപ്പ് പറയാൻ ഒക്കുമോ? അതോ കുറച്ചുകൂടി സ്നേഹിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹം കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ചിന്തയാണോ? ആ രണ്ടാമത് ഇരിക്കുന്ന അവിടെ കേൾക്കാമോ പറയുന്നേ? കേൾക്കുന്നില്ല. കേൾക്കാം. ഉത്തരം പറ. ആണ്, ഇനിയും കിട്ടിയാൽ കൊള്ളാം. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഏത് കാര്യത്തിലാ ഒരു മതി എന്നുള്ളൊരു ചിന്ത, അത് സ്നേഹത്തിനാണ് വലിയ പ്രശ്നം. ശരി. അപ്പം എന്നാൽ സ്നേഹം ദൈവമാണ്. ദൈവം സ്നേഹമാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, God is taken for granted. നമുക്കിത് കേൾക്കുമ്പോൾ അത് വലിയ കാര്യമല്ലെന്ന് തോന്നാം. ദൈവത്തെ നമ്മൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന കപ്പിൾസാണെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കാര്യം പറയണ്ട. നമ്മുടെ പൊതുവിൽ, നിങ്ങളുടെ ഇടവകയിലും നമ്മുടെ ഈ ദേശത്തുമൊക്കെ നമ്മുടെ വീടുകളിൽ ദൈവ സംസാരം കൂടുകയാണോ കുറയുകയാണോ? നിങ്ങളുടെ മക്കളുടെയൊക്കെ സമയത്തേക്ക് വരുമ്പോൾ എന്നാ പറഞ്ഞേ? കുറയുക. ദൈവം ഒരു വലിയ വിഷയം. ഗോഡ് ഈസ് എ നോൺ ഇഷ്യൂ ഫോർ അസ്. നിങ്ങളുടെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, ഇവിടെ തന്നെ ഇച്ചിരി പരിഷ്കാരമായിട്ട് പഠിക്കുന്നവരൊക്കെ, ദർ ഈസ് നോ ഗോഡ് ടോക്ക് അറ്റ് ഓൾ. ഗോഡ് ഈസ് എ നോൺ ഇഷ്യൂ. കുറച്ചുകൂടി കൂടിയ പുള്ളികളോട് ചോദിച്ചാൽ ഗോഡ് ഈസ് എ ലക്ഷറി ഫോർ അസ്. ദിസ് ഈസ് എ ഗ്രേവ് ഇഷ്യൂ ഓഫ് ദ ഡേ. ദൈവം സാരമില്ല. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അണിയാനും ആവശ്യമില്ലാത്തപ്പോൾ എടുത്ത് സൂക്ഷിച്ചു വെക്കാനുമുള്ള ഒരാഭരണമായി ദൈവത്തെ ഇന്ന് ഉപയോഗിക്കുന്നു. വി ആർ യൂസിങ് ഗോഡ്.
യൂസിങ് ഗോഡ് ഫോർ വാട്ട്? നമ്മൾ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ ദൈവം കേൾക്കണം. വി ആർ ഡൊമസ്റ്റിക്കേറ്റിംഗ് ഗോഡ് ആൻഡ് വി ആർ ടേമിങ് ഗോഡ്. നമ്മൾക്ക് അനുകൂലമായി നമ്മുടെ സെമിനാരി പ്രിൻസിപ്പലായിരിക്കുന്ന VS വർഗീസച്ചൻ പറയും, എ ഗോഡ് ഹു സ്യൂട്ട്സ് ടു മൈ പോക്കറ്റ്. നമ്മുടെ പോക്കറ്റിനിണങ്ങിയ ദൈവത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഗോഡ്. ഈ ഒരു വലിയ സംഘം, അത് ഞാൻ പറഞ്ഞ സമയം അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലായി. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വെല്ലുവിളിയും നമ്മൾ ഏറ്റെടുത്തോണം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഞാൻ സേവികാ സംഘത്തിൽ പറഞ്ഞു നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് തന്നെ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ദൈവ സംസാരം വർദ്ധിപ്പിച്ചോണം. നിങ്ങളുടെ മക്കൾ ദൈവമാണ് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം, ദൈവത്തിലൂടെ അല്ലാതെ മനുഷ്യന് പൂർണ്ണ മനുഷ്യനാണ് ഒക്കുകയില്ല എന്ന് അവർക്ക് പഠിപ്പിക്കാൻ തുടങ്ങുന്ന കാലം മുതൽ നിങ്ങൾ പഠിപ്പിച്ചോണം. ഇത് അതിൻ്റെ ഒരു പ്രശ്നമായി വരുന്നത്, നമ്മൾ ദൈവത്തെ മാറ്റി ദൈവത്തെക്കാൾ വലുതായിട്ട് നമ്മൾ റീസണെ, നമ്മൾ യുക്തിയെ പ്രതിഷ്ഠിക്കുന്നു. വി ആർ റീപ്ലേസിങ് ഗോഡ് ബൈ അവർ റീസൺ. യുക്തിയാണ് ഭക്തിയേക്കാൾ വലുത്, യുക്തിയാണ് ദൈവത്തെക്കാൾ വലുത് എന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിൽ തോന്നും, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന കൊയറുകാരാണോ? നിങ്ങൾക്ക് ഉത്തരം പറയാം. ചോദ്യം മനസ്സിലായോ? നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞേ പറയാം, ഇടയ്ക്ക് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, കേൾക്കാമോ പറയുന്നേ? ഒന്നുകൂടെ സംസാരിക്കണം, കേൾക്കാം. അവനൊരു പ്രോജക്റ്റ് വർക്കുണ്ട്. ആ പ്രോജക്റ്റ് വർക്ക് അപ്പനും അമ്മയും കൂടെ കൂടിയൊക്കെയാണല്ലോ സഹായിക്കുന്നത്. അപ്പോൾ ലേറ്റായിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് വർക്ക് തീർന്നത്. അപ്പോൾ ആ സ്റ്റഡി ടേബിളിൽ തന്നെ അതങ്ങ് വെച്ചു. രാവിലെ ധൃതിക്ക് പോയപ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് വർക്ക് എടുത്തില്ല. നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങളും അപ്പനും അമ്മയൊക്കെ അല്ലേ ഇരിക്കുന്നേ? എന്നാ ചെയ്യും? കൊടുക്കും. അല്ലെങ്കിൽ ഉടനെ നിങ്ങൾ ആ സ്കൂൾ ബസ്സിൻ്റെ പുറകെ പോയി അത് കൊടുക്കും. അത് കൊടുക്കുന്നത് തെറ്റാണോ ശരിയാണോ? ശരിയാണ്, സംശയമൊന്നും വേണ്ട. ഇനി ചോദിച്ചതുകൊണ്ട് ഒരു സംശയം, ശരിയാണ്, കൊടുക്കണം. കാരണം അവൻ്റെ പഠിത്തത്തെ ബാധിക്കുന്നതാണ്, അതിന് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉള്ളതാണ്, ഇതൊക്കെ പ്രധാനമാണ്. ഇവിടെ ഇരിക്കുന്നവരോട് ഒരു ചോദ്യം, നിങ്ങളുടെ കുട്ടി സൺഡേ സ്കൂളിൽ പോയി സൺഡേ സ്കൂളിൻ്റെ നോട്ട് ബുക്ക് എടുത്തില്ല, അത് തിരിച്ചു കൊണ്ട് കൊടുത്ത ഒരു സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം ട്യൂഷനില്ലേ? മിക്ക ആളുകൾ ഒരു 10-11 ആകുമ്പോൾ പാലായി പോകുന്നതിന് മുമ്പ് ട്യൂഷൻ ഉണ്ടോ ഇല്ലയോ? ഒന്നിൽ ഉറച്ച് പറയണം. ഉണ്ട്, ട്യൂഷനുണ്ട്. സൺഡേ സ്കൂളിൽ ട്യൂഷന് വിട്ട ഒരാൾക്ക് ഈ താഴെ ഇരിക്കുന്നതിൽ ഒന്ന് കൈവക്കാം. എൻ്റെ കൊച്ചിനെ സൺഡേ സ്കൂളിൽ ശരിക്കൂടെ പഠിക്കാൻ ഒരു ട്യൂഷൻ വിട്ടു. കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ടുള്ള ചോദ്യത്തിൽ ഉറങ്ങിയിട്ടാണോ ഉണർന്നിരുന്നിട്ടാണോ എന്ന് അറിയത്തില്ല, ഒരമ്മ മാത്രം കൈപോക്കി ട്യൂഷൻ. പിന്നെ ഞാനത് ചോദിക്കാൻ പോയില്ല, കാരണം ഇത് എന്തിനാ വിട്ടത് എന്നൊന്നും ചോദിക്കാൻ പോയില്ല. ഒരെണ്ണമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം സ്നേഹിതരെ, തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അത്യന്തം അപകടകരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണിത്. സൺഡേ സ്കൂൾ സാരമില്ല, മൺഡേ സ്കൂൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സൺഡേ സ്കൂൾ. So our Monday is going to define the future of my children. അപ്പോൾ ഈ സൺഡേ ഇല്ലെങ്കിലും കാര്യങ്ങൾ അങ്ങ് പൊക്കോളും. നമ്മുടെ അമ്പൂറ്റിയുടെ ഭാഗത്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ പറയുന്നത്? ശരിയോ തെറ്റോ എന്ന് എന്തെങ്കിലും രക്ഷിക്കന്നെ, ശരിയാണ്. ബട്ട് റിമെമ്പർ മൈ ഡിയർ ഫ്രണ്ട്സ്, എനി മൺഡേ വിതൗട്ട് സൺഡേ ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ പ്യൂർലി മെറ്റീരിയലിസ്റ്റിക് തിങ്കിങ് ആൻഡ് such kind of people. വെറും മാറ്ററുമായി ബന്ധപ്പെട്ടു പോകുന്ന, ദൈവാംശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ നമ്മൾ വാർത്ത ഉണ്ടാക്കും. ആരാണ് ഉത്തരവാദി? ഞാനും നിങ്ങളുമാണ് ഉത്തരവാദി. ഇമ്മാനുവൽ കാന്റ് പറഞ്ഞു, മാൻ ഹാസ് കം ഓഫ് ഏജ്. മനുഷ്യൻ അവൻ്റെ യുഗത്തിലെത്തി. ഡെയർ ടു തിങ്ക്. ദൈവമൊന്നും ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ ചിന്ത നമ്മളുടെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ള അത്യന്തം അപകടകരമായ ഒരു സ്ഥിതി നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു ലോകം
നന്മ നശിക്കാൻ സാധ്യതയുള്ളൊരു ലോകമാണ്. ഐ ഡിഡ്ന്റ് സേ ദാറ്റ് വിസ്ഡം ഈസ് ഗോയിങ് ടു പിഞ്ച് അവർ സ്പിരിച്വാലിറ്റി. നോ, അതൊന്നും അങ്ങനെയല്ല. പക്ഷേ ഇതൊരു കാഴ്ചയുടെ വിഷയമാണ്, നമ്മളുടെ തലമുറയെ വാർത്തെടുക്കുന്നതിലുള്ള വിഷയമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞ് അവസാനിക്കുക. പാപത്തെ ലഘൂകരിക്കുക. ട്രിവിയലൈസേഷൻ ഓഫ് സിൻ ബൈ ഇസ് ജനറലൈസേഷൻ. പാപത്തെ ഇങ്ങനെ ലഘൂകരിച്ച് കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെ പറഞ്ഞു, ചില സ്ത്രീകൾ, ഒരു പരിഷ്കാരികളായ സ്ത്രീകളുണ്ടല്ലോ, മകളുടെ ഒരു കല്യാണം വരുമ്പോൾ ആ ചെറുക്കനെക്കുറിച്ച് അന്വേഷിച്ചാലും നല്ലതാണ്, അവൻ ഹാർവാർഡിൽ പഠിച്ചതാണ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ കൃത്യമായ ചില നിരീക്ഷണങ്ങളുമുണ്ട്. യൂണിവേഴ്സിറ്റിയൊക്കെ മാറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ശരിയായി. അപ്പോൾ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി അവളോട് ചോദിച്ചു, സോഷ്യൽ ലൈഫ് അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വീക്കെൻഡിൽ വൺസ് ഇൻ എ വൈൽ ഒരു പെഗ്ഗൊക്കെ എടുക്കും. ഞാൻ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കേസ് സിവിൽ സർവീസ് സ്റ്റുഡൻ്റ് അല്ല, സെർവൻ്റാണ്. പറഞ്ഞു, ബെറ്റർ ടു സ്റ്റോപ്പ് അവർ കോൺവെർസേഷൻ, യു ക്യാൻ ക്വിറ്റ് ദ പ്ലേസ്. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. എന്നാൽ സാധാരണ കുറച്ച് അമ്മമാർ, അവരെ അമ്മയെന്ന് പറയാൻ പാടില്ലായിരിക്കും. ഇപ്പോൾ ഒരു പെഗ്ഗൊക്കെ എടുക്കാത്ത ആണുങ്ങൾ, ആൺപിള്ളേരാരുണ്ട്? ഒരൊറ്റ ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞേക്കരുത്. നമുക്കറിയാതെയൊക്കെ പറ്റാം. സാരമില്ല. പിന്നെ കുറേ ഒരു തിങ്കിങ് ആണ്, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കുമോ? ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ പറയുന്നത്? ഈ പോകുന്നത് പോലെ അല്ലാതെ ജീവിക്കാൻ ഒക്കുമോ? പിന്നെ ഈ പറയുന്നതിനൊക്കെ സത്യമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇനി മരിച്ചു ചെല്ലും, സ്വർഗത്തിൽ ചെല്ലും, ഇതൊക്കെ ആര് കണ്ടു? സ്നേഹിതരെ, നമ്മൾ മറ്റാരുടെയും മുഖത്തോട്ട് വിരൽ ചൂണ്ടണ്ട. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ വിഷയങ്ങളാണ്, നമ്മുടെ മനസ്സിൻ്റെ. അപ്പോൾ നമ്മൾ പാപത്തെ ലഘൂകരിക്കുകയും സാരമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം അവിടെ ഓർത്തോണം, സിൻ ഫാസിനേറ്റ്സ്, ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ അസാസിനേറ്റ് യു. ഇറ്റ് വിൽ അസാസിനേറ്റ് യുവർ ചിൽഡ്രൻ. ദാറ്റ് വിൽ ഈറ്റ് അവേ ദ ചർച്ച്. ഈ സഭയെ കൊന്നു തിന്നും, നമ്മുടെ മക്കളെ ഉന്മൂലനാശം വരുത്തും. സോ ബിവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. ഇത് മാറ്റാൻ നമുക്കൊക്കത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾ ദൈവബോധമുള്ള കുട്ടികളായി വളരുന്നതിന് ഇടയാകണം. അതുകൊണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടേക്ക് ഗോഡ് വെരി വെരി സീരിയസ്ലി, ടേക്ക് ഫെയ്ത്ത് വെരി വെരി സീരിയസ്ലി. ഇത് നമുക്ക് ഗൗരവമായി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഒരു മനുഷ്യ അസ്തിത്വം എങ്ങനെയാണ്? നമ്മൾ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മൾ ഹു ആർ വി? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രമം എന്താണ്? ലളിതമാണ് വേദപുസ്തകം പറയുന്നത്. നമ്മളെ മണ്ണിൽ നിന്ന് മെനഞ്ഞു, അങ്ങനെയില്ലയോ? ആണ്, മണ്ണിൽ നിന്ന് മെനഞ്ഞു. ആ മണ്ണിൽ ദൈവത്തിൻ്റെ ശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, ജീവനായി. അപ്പോൾ ഒരുപിടി മണ്ണിന് ബോധം വന്നപ്പോഴാണ് മനുഷ്യനായത്. ബോധമുള്ള മണ്ണിൻ്റെ പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് ഈ മണ്ണിനോട് ചേരാനും മാറ്ററുമായി ബന്ധപ്പെടാനും ഉള്ള ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് നമുക്കുണ്ട് ഈ ഭൂമിയിലോട്ട്. ജോൺസന് കേൾക്കാമോ? ഉണ്ട്. എന്നാൽ നമ്മളിൽ ദൈവത്തിൻ്റെ ശ്വാസം ഉള്ളത് കൊണ്ട് there is a divine push to relate to the ultimate reality. ഈ അസ്തിത്വപരമായ ഒരു ദ്വന്ദ്വം നിശ്ചയമായിട്ടും നമ്മളിൽ ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ ശരീരം, എനിക്ക് നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണല്ലോ, മനസ്സിലായോ? നന്മ ചെയ്യണമെന്നാണ്. ചെയ്തു കൂട്ടുന്നതെല്ലാം തിന്മയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതിരിക്കുന്നെങ്കിൽ എന്തോ ഒരു പ്രമാണം ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി എന്നിലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം എന്നുള്ള ഒരു ഞാനുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണത്തെ നിഷേധിക്കുന്ന ഒരു ഞാനുണ്ട്. അപ്പോൾ എന്നിൽ എത്ര ഞാനുണ്ട്? 2 ഞാനുണ്ട്. ഞണ്ടല്ല, ഞാൻ ഉണ്ട്. ഈ ഞാനും തമ്മിലുള്ള യുദ്ധമാണ് മനുഷ്യജീവിതം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് ഈ അഗസ്റ്റിൻ പറഞ്ഞത്, മരണം വരെ ഈ യുദ്ധം തുടരുകയാണ്, ഈ യുദ്ധം വരെ.
അപ്പം എന്നിലെ നന്മയോടും ദൈവ നിയമങ്ങളോടും പോരാടുന്ന പാപത്തിൻ്റെ പ്രമാണത്തെ അതിജീവിക്കാനായിട്ടുള്ള നിരന്തരമായ ഒരു സംഘർഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഇത് നമ്മൾ അടിസ്ഥാനപരമായി അറിയാതെ ദൈവം നല്ലവൻ കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വി ഷുഡ് നോ ഹൂ ഐ ആം. എൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഈ കോമ്പിനേഷൻ എന്താണ്? നന്മ ആഗ്രഹിക്കുന്ന ഞാൻ, എനിക്കൊരിക്കലും നന്മ ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ. എനിക്ക് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനൊക്കാതെ ഞാൻ തിന്മ ചെയ്യുന്നുവെങ്കിൽ ആ പാപത്തിൻ്റെ പ്രമാണം അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ടതുകൊണ്ടാണ്. ഈ ബാബിലോണിയൻ തൽമൂദിൽ മോശയെ ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്ന സമയത്ത് മോശയ്ക്ക് എത്ര പറഞ്ഞണക്കെയും ചിലതൊന്നും വിശ്വാസമായി വരുന്നില്ല. ഫറവോൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഫറവോൻ്റെ അടുത്ത് പോയാൽ എങ്ങനെ എന്നെ കൊല്ലത്തില്ല, ഇങ്ങനെ പല ഒരുപാട് സംഘർഷം. അപ്പോൾ കുറേയേറെ ഈ കാര്യങ്ങൾ ദൈവം മോശയെ പഠിപ്പിച്ചു. അതിൽ ഒന്ന് രണ്ടെണ്ണം വേദപുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ്. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിനക്ക് ഈ വിശ്വാസമൊന്നും വരുന്നില്ല ഇല്ലേ? ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ കൈ നിൻ്റെ ഈ കുപ്പായത്തിൻ്റെ അകത്തോട്ടിട്, കുറച്ച് നേരം ആ ഹൃദയം ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് എടുക്കാൻ പറഞ്ഞു. എന്തോമായി കണ്ടു? നിങ്ങളുടെ വേദപുസ്തകം ഒരു പുസ്തകം കേട്ടിട്ടില്ലയോ? കുഷ്ഠം. സ്നേഹിതരെ, സത്യസന്ധമായി നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തോടെ നമ്മുടെ കൈ ചേർത്ത് പിടിച്ചാൽ മോശയുടെ അത്രയും കുഷ്ഠമില്ലെങ്കിലും കുറച്ച് കുഷ്ഠം കാണുകയില്ലയോ? ഒന്നും കേൾക്കുകയില്ല ഇല്ല. അതോ നല്ല പഞ്ഞി പോലെ വിശുദ്ധമായിരിക്കുമോ? അല്ല. മോശയോടെ ദൈവം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. മോശേ, നിൻ്റെ ഹൃദയത്തോടെ നിൻ്റെ കൈ ചേർത്ത് വെക്കുമ്പോൾ നീ അത്ര നല്ലവനൊന്നുമല്ല. യു ആർ പ്രിറ്റൻഡിങ് ദാറ്റ് യു ആർ ഗുഡ്, ബട്ട് ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ആർ എ സിൻഫുൾ ഹ്യൂമൻ ബീയിങ്. സിവരെ എന്നിട്ട് ദൈവം പറഞ്ഞു, ഒന്നുകൂടെ കൈ ഇടാൻ പറഞ്ഞു. എടുത്തപ്പോൾ പഴയതുപോലെയായി. അത് ദൈവത്തിൻ്റെ സർവശക്തി കൊണ്ട് സാധിച്ച കാര്യമാണ്. മോശയോടെ ദൈവം പറയാണ്, മോശേ, നിൻ്റെ ശത്രു ഫറവോനല്ല, നിൻ്റെ ശത്രു മിസ്രൈമ്യരല്ല, നിൻ്റെ ശത്രു നീ തന്നെയാണ്. നീ വിചാരിക്കുന്നതിൻ്റെ അത്രയും നീ നല്ലവനല്ല. നിൻ്റെ ഹൃദയത്തിൽ കുഷ്ഠമുണ്ട്, നിൻ്റെ ഹൃദയം അത്ര നൈർമല്യമുള്ളതല്ല. ഈ പാഠവും നമ്മൾ പഠിക്കണം. ഇവിടെയാണ് നമ്മൾ ഈ സംഘർഷത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. മോശെ, നിൻ്റെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ദുഷ്ടതയിൽ നിന്നും, ഈ പാപഭാരത്തിൽ നിന്നും, ആ കുഷ്ഠത്തിൽ നിന്നും നീ പുറത്തു വരിക. നിൻ്റെ ശത്രു വേറെ ആരുമല്ല, നീയാണ്. നമ്മുടെ എല്ലാം വലിയ പ്രശ്നം ദി അതർ ഈസ് ദ പ്രോബ്ലം. അവനാണ് കുറ്റം. ഞാൻ ഈ അടുത്ത് പറഞ്ഞു, 26 വർഷം ഞാൻ അച്ഛനായിട്ടിരുന്ന ആളാണ്. കണ്ടാൽ തോന്നുകയല്ല, എന്നാലും അങ്ങനെയാണ്. ഒരൊറ്റ ഇടവകയിൽ ചെന്നപ്പോഴും ഒരാളും പറഞ്ഞിട്ടില്ല, അച്ചോ, ഈ ഇടവക ഒരുപാട് ആളുകളില്ലെങ്കിലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ചില പള്ളി വഴക്കുകളുമൊക്കെ ഉണ്ട്, ഞാൻ അതിനകത്തെ ഒന്നാമത്തെ പ്രതിയാണ്. ഒരുത്തരും പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ വന്ന് പറയും, അച്ഛാ, ഇവിടെ ചില ഗ്രൂപ്പുണ്ട്, ലവനെ ഒന്ന് നോക്കിക്കോണം, ലവനെ ഒന്ന് നോക്കുക, അവനാണ് പ്രശ്നം. നമ്മുടെ തേലക്കാടച്ചൻ എടുത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഒരു മൃതശരീരവുമായി പോവുക അടക്കാനായിട്ട്. കേൾക്കാമോ പറയുന്നേ? അപ്പോൾ അച്ഛനിങ്ങനെ കറുത്തപ്പായൊക്കെ ഇട്ട് പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ തുമ്പി പോവുകയാണ്. അപ്പോൾ ഒരു പ്രമാണി വന്ന് അച്ഛൻ്റെ ചെവിയിലോട്ട്, അച്ഛാ, ബോഡിയുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന വലതുഭാഗത്ത് തലയ്ക്ക് പിടിച്ചേക്കുന്നതിനെ ഒന്ന് ശ്രദ്ധിച്ചോനോ, അവനൂടെ പോയ പള്ളി ശുദ്ധിയായി. മാർത്തോമ്മ സഭയുടെ അംഗങ്ങളെ, അവനൂടെ പോയാൽ ശരിയാകുന്നെന്ന് പറഞ്ഞവൻ പോകുന്നതാണ് നല്ലത്. ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ദി അതർ ഈസ് ദ പ്രോബ്ലം. ഇവിടെ ദൈവം മോശയോട് പറയുന്നു, യു യുവർസെൽഫ് ഈസ് ദ പ്രോബ്ലം. നീ തന്നെയാണ് പ്രശ്നം. കം ഔട്ട്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കൊന്ന് വെളിയിൽ വരുന്നതിനാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ശത്രു നമുക്ക് വെളിയിലല്ല, നമ്മുടെ ഉള്ളിലാണ്. ഈ തിന്മയുടെ കൂമ്പാരത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരേണ്ടതായിട്ടുണ്ട്. മോശെ, നിൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക, പവിത്രമാക്കുക. അപ്പോൾ മാത്രമേ നീ നിൻ്റെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ഈ ആത്മീയ ഹൃദയ ശസ്ത്രക്രിയയുടെ പേരാണ് കുമ്പസാരം. ഒരു കാര്യത്തിൽ നമുക്ക്
ആർക്കും തർക്കമില്ല. നമ്മളെല്ലാവരും കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന ഏറ്റുവരുന്നവരാണ് അല്ലേ? നിശ്ചയമായിട്ടും ഈ കുമ്പസാരത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ആത്മീയമായ ഒരു ഹൃദയ ശസ്ത്രക്രിയയാണ്. കാരണം എല്ലാ ദുഷ്ടതയും നമ്മൾ പറയുന്നതനുസരിച്ച് കുമിഞ്ഞു കൂടിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നമ്മുടെ ഹൃദയം. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും ഒന്ന് പറഞ്ഞ് രക്ഷിക്കുക, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്നവൻ. ആത്മാവിൻ്റെ കാപട്യമില്ലാത്ത ഒരാളിന് ഒരു 3 ബെഞ്ചിന് അപ്പുറം ഒന്ന് എഴുന്നേറ്റിരിക്കുക. അങ്ങനെ ഒരാളിനെ കണ്ടേച്ച് ഒരു ദർശന ഒരു സാഫല്യം ഉണ്ടാകട്ടെ. ആത്മാവിൽ കപടമില്ലാത്ത, മനസ്സിലായോ? നമ്മുടെ അലക്സ എന്നെ നോക്കുന്നു, എന്നാൽ പിന്നെ താൻ എങ്ങനെ അവിടെ നിന്ന് പ്രസംഗിക്കുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്. ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് മീ, ദി പ്രോബ്ലം ഈസ് വിത്ത് ദി അതർ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും സത്യസന്ധമായി ഞാൻ പറയുന്നത് കൊണ്ടല്ല, നമുക്കൊരു സത്യസന്ധമായ ഒരു ഹൃദയ നോട്ടം, ആ കണ്ണാടി നോട്ടം നമുക്ക് വേണം. നമ്മൾ പറഞ്ഞു, ജലാലുദ്ദീൻ പറഞ്ഞ കണ്ണാടി, ദൈവത്തിൻ്റെ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്നതും ഞാൻ ആയിരിക്കേണ്ടതും നമുക്കൊരുപോലെ കാണാൻ ഒക്കുന്നത് കൊണ്ട് ഈ കറക്ഷൻ നമുക്ക് പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് വെറും ജഡിക മനുഷ്യരാണോ? അല്ല. നമുക്ക് വലിയ അനന്തമായ സാധ്യതയാണ് സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം വി ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള ഏറ്റവും ലളിതമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാൻ ഈസ് എ വണ്ടർഫുൾ പോസിബിലിറ്റി. അനന്ത സാധ്യതകളുള്ളതാണ്. പക്ഷേ ആ അനന്ത സാധ്യത നമ്മൾ കുഴിച്ചു മൂടാൻ പാടില്ല. ഈ സാധ്യതയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും അതുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ യാബോക്കിൻ്റെ ആ തീരത്ത് വെച്ച്, കടൽ തീരത്ത് വെച്ച് ഈ യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. ആ മൽപ്പിടുത്തം എല്ലാം നടത്തി, രാത്രി മുഴുവൻ ഈ മൽപ്പിടുത്തം നടത്തി. ഈ ദൈവത്തിൻ്റെ ദൂതൻ ജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ യാക്കോബിൻ്റെ തുടയിൽ തൊടുന്നുവെന്നും അവന് മുടന്നുണ്ടായി എന്നും പറയുന്നു. ഉടനെ ഈ ദൈവദൂതൻ പോകുന്നതിന് മുമ്പ് യാക്കോബ് പേര് ചോദിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റിങ് ഗോഡ്, ദൈവം തന്നെ പറഞ്ഞു, നീ ദൈവത്തെയും മനുഷ്യനെയും മത്സരത്തിൽ തോൽപ്പിച്ചതുകൊണ്ട് ഇനി നിൻ്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. എന്ന് രക്ഷിച്ച് എന്ന പേര്, പുതിയ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ഇസ്രായേൽ. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന പുതിയ പേരാണ് കിട്ടുന്നത്. പുതിയ ഇസ്രായേൽ ദൈവം വിജയിക്കുന്നവൻ, അങ്ങനെ പല അർത്ഥങ്ങൾ കാണാം. ഈ യാക്കോബുമാർ എന്നോട് ക്ഷമിക്കണം, ചതിയൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടെയുള്ളവരല്ല, ഇതങ്ങ് പഴയ കാലത്തുള്ള യാക്കോബുമാരുടെ പേരാണ്. ചതിയൻ, ഈ വക്രബുദ്ധിയുള്ളവൻ, എല്ലാം അടിച്ചു മാറ്റാൻ നോക്കുന്നവൻ, ഈ പേരാണ് അത്. അതുകൊണ്ട് നാളെ യാക്കോബ് എന്നുള്ള പേര് ആരും മാറ്റണ്ട. ഇപ്പോഴതെല്ലാം പുതിയ യാക്കോബാണ്, ഇസ്രായേലായിട്ടുള്ളത്. ഈ ഹീബ്രു അറിയാവുന്ന ആളുകൾ നമ്മളോട് പറയും ഇസ്രായേൽ എന്നുള്ള ഈ പദം 3 റൂട്ടിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഇഷ് റാ എൽ. ഇഷ് എന്ന് പറഞ്ഞാൽ ഇഷ, മനുഷ്യൻ എന്നാണ്. എൽ ഷഡായ്, എൽ എലോഹീം, അത് ദൈവത്തിൻ്റെ പേരാണ്, ദൈവം അല്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ഈ റാ അതിൻ്റെ അർത്ഥം ഈവിൾ, തിന്മ എന്നാണ്. ഈ പേര് കൊടുക്കുന്നതിലൂടെ ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ മനുഷ്യനാണ്, നിനക്ക് ദൈവത്തെ പോലെ ആകാൻ ഉള്ള സാധ്യതയുള്ളവനാണ്. ബട്ട് വൺ തിങ് യു ഹാവ് ടു ഡു, യു എലിമിനേറ്റ് ദാറ്റ് ഈവിൾ. ആ തിന്മ നിന്നിൽ നിന്ന് ഒഴുക്കിക്കളയണം, മാറ്റിക്കളയണം. ആ തിന്മ നീ മാറ്റിക്കളയുമ്പോൾ മനുഷ്യ, നീ ദൈവത്തെ പോലെയാകും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു ഭംഗിന്തരേണ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, മുഴുവൻ ആളുകളോടും നിങ്ങൾ മനസ്സുകൊണ്ട് എഴുതണം. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഒരു മറിയക്കുട്ടിയാണെന്നിരിക്കട്ടെ, അവിടെ ഇരിക്കുന്നത് മറിയക്കുട്ടി എന്നുള്ള ഞാൻ ഇസ്രായേൽ ആകും. എന്നിലെ തിന്മയെ ഞാൻ ഉന്മൂലനാശം ചെയ്ത്, ഞാൻ എന്നിലെ നന്മയെ വളർത്തി, ഞാൻ ദൈവത്തെ പോലെയാകും. സത്യമായി ഞാൻ ഇവിടെ ഇരിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, സത്യമായി നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകണോ?
ഇപ്പം പറഞ്ഞോണം രണ്ടിലൊന്ന്, അല്ലെങ്കിൽ പോക്കാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോണോ വേണ്ടായോ? ദൈവത്തെ പോലെ ആകണോ വേണ്ടായോ? ആ സ്ത്രീരത്നത്തിന് അത്ര അങ്ങോട്ട് പിടിക്കുന്ന ആകണം. ഈസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. ഇത് സാധ്യമാണ്. ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. യു എലിമിനേറ്റ് ദ ഈവിൾ ഇൻ യു. ഈ ഈവിൾ ഇൻ യു. അതിൻ്റെ അല്പം ഈ എലിമിനേഷൻ പ്രോസസ്സിന് ആണ് ഒരു രീതിയിൽ പശ്ചാത്താപമെന്നും കൺഫെഷൻ എന്നും പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഒരു പേരല്ല, അതൊരു ദൗത്യമാണ്. ഇറ്റ് ഈസ് എ മിഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഏണസ്റ്റ് എഫേർട്ട് ടു ബിക്കം ഗോഡ് ലൈക്ക്. ചില ക്രമവും പഠിപ്പീരും അനുസരിച്ച് ദൈവത്തെ പോലെയല്ല, നിനക്ക് ദൈവമാകാം എന്നുള്ളതാണ്. നമ്മൾ ഒന്നുമില്ലേ, ഈ പൗരസ്ത്യ സഭയിൽ നമ്മൾ ഈ പ്രോസസ്സിനാണ് ഡിവിനൈസേഷൻ അല്ലെങ്കിൽ തിയോസിസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ മഹത്വീകരണം ദൈവീകരണമാണ്. ഇങ്ങനെ നമ്മിലുള്ള തിന്മയെ ഇല്ലാതാക്കി നന്മയാൽ തിന്മയെ ജയിച്ച് നമ്മിലുള്ള ദൈവികതയെ പരിപോഷിപ്പിച്ച് വളർത്താനുള്ള ദൈവത്തിൻ്റെ അനന്തമായ ബുദ്ധിയിൽ ഈ ലോകത്തിന്, ഈ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് ഈ കുമ്പസാരം. നമ്മുടെ ഉള്ളിലുള്ള ഉമിയെ കരിച്ചു കളഞ്ഞിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ഉണർവിനെ, നമ്മുടെ ഉണ്മയെ പത്തര മാറ്റോടുകൂടി പ്രോജ്വലിപ്പിക്കുവാനായിട്ടുള്ള സാക്രമെൻറ്റിൻ്റെ പേരാണ് കുമ്പസാരം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉമികളുണ്ട്. അവിടെ ഇരിക്കുന്നവർ സമ്മതിക്കുമോ ഇല്ലയോ? ഒന്നീ സമ്മതിക്കുമോ അല്ലെങ്കിൽ ഇല്ല, കുറച്ച് പറയണം, സമ്മതിക്കും. അപ്പോൾ ഈ ഉള്ളിലെ ഉമിയെ, നമ്മുടെയൊക്കെ ഉള്ളിൽ കരിച്ചു കളയേണ്ടുന്ന ചില ഉമിയുണ്ടോ? ഇങ്ങനെ ഇരിക്കുക. ഉണ്ട്. ഇന്ന് രാത്രി കരിച്ചോണം. നാളെ നമ്മളുണ്ടോ എന്നറിയത്തില്ല. അതുകൊണ്ട് നാളെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അടുത്ത 25 ദിവസത്തേക്ക് ഒരു കുഴപ്പമില്ലെന്ന് ദൈവനാമത്തിൽ ഞാൻ പറയും. ഇനി ഇത് കേട്ട് പേടിച്ചൊന്നും പോകണ്ട. ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉത്തരം പറയണ്ട. നിങ്ങൾ എന്തിനാണ് ഇന്ന് വന്നത്? നിങ്ങൾക്കെന്തു വേണം? നിങ്ങളെന്നുള്ള പദം ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. നമ്മൾക്കെന്തു വേണം? സത്യമായും നമ്മൾ ഈ ദൈവ കേന്ദ്രീകൃതമായി ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. പക്ഷേ അതിന് ഗൗരവമായി നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മാമോദീസായിൽ നമ്മൾ പറയുന്നുണ്ട്, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ഈ രാത്രി നമ്മിലുള്ള എല്ലാ സാത്താന്യ ചിന്തകളും, all evil thinkings, all evil doings, we have to eliminate. When we eliminate all these sins, we will be illuminated by the Spirit of God, by the Spirit of Christ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമ്മൾ നിറയും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കുമ്പസാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ഒന്ന് നോക്കാം. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. കുമ്പസാരത്തിൽ നമ്മൾ പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. സർവശക്തിയുടെ ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി, ഇങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു, കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് പറയുന്നത്. അപ്പോൾ വിചാരത്തിൽ, വചനത്തിൽ, പ്രവൃത്തിയിൽ ഞാൻ പിഴച്ചു, കൽപ്പനകളെല്ലാം ലംഘിച്ചു, ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് 2 പറയുന്നുണ്ട്, അബ്സല്യൂഷനിലും പറയുന്നത്, സത്യമായി തങ്ങളുടെ പാവങ്ങളെ ഒന്ന് പറഞ്ഞ് സഹായിച്ച് ഇവിടെ ഇരിക്കുന്നവർ ഏറ്റുപറയുന്ന എല്ലാവരോടും കാരുണ്യവാനായ ദൈവം ക്ഷമിക്കും. നിങ്ങൾ സത്യസന്ധമായി എന്നൊരു ഉത്തരം പറയണം. നമ്മൾ ഇന്ന് ഈ കുമ്പസാരം പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പാപം സത്യസന്ധമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന്, ദൈവമേ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ വേദനിക്കുന്നു, അത് എന്നിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ കഴിഞ്ഞ 3 കുമ്പസാരത്തിൻ്റെ ഉള്ളിൽ? അതോ ഈ പറയുന്നത് ഏറ്റുപറയുന്ന ഒരു റിച്വൽ റെപ്പറ്റീഷൻ എന്ന് മാത്രമേ ഉള്ളൂ? കേൾക്കാമോ? ഇതാണ്. ആർ വി ട്രൂലി റിപ്പന്റ്? എഴുതിയിരിക്കുന്നതാണ്, ദോസ് ഹു ട്രൂലി റിപ്പന്റ്. ട്രൂലി നമ്മൾ സത്യസന്ധമായും
പിച്ചിന്ന് ഒരാളേ ഉള്ളൂ? സത്യസന്ധമായും പാവങ്ങളെ ഏറ്റുപറയുന്നവരാണോ? അതോ ഈ പറയുന്നത് ആവർത്തിക്കുന്നതേ ഉള്ളൂ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ഒന്നിൽ ആണ് അല്ലെങ്കിൽ അല്ല, ഞങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ്. എന്നെ അറിയാവുന്നവരാരും ഉത്തരം പറയേണ്ടത്, കാരണം എനിക്ക് നിങ്ങളെ അറിയാമല്ലോ. അതുകൊണ്ട് പറയും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ ഭാഗത്തിരിക്കുന്ന സ്ത്രീകൾ എന്താ അഭിപ്രായം? സത്യമായിട്ടാണോ അതോ ഇത് ആവർത്തിക്കുന്നതേ ഉള്ളൂ? ഇത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമുള്ളവർ. നമ്മൾ ഉദാഹരണത്തിനെടുക്കാം. വിചാരം കൊണ്ട് നമ്മൾ ചെയ്ത ഒരു പാപം സത്യമായി നമ്മൾ ഈ കുമ്പസാരത്തിൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ടോ? അതിനൊരു സമയമുണ്ടോ? എന്ത് ഫാസ്റ്റായിട്ടാണ് ഇതൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ചില വിഷമതകൾ പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ പൊതുസമൂഹത്തോട്. നമുക്ക് വി ഹാവ് ടു ട്രൂലി റിപ്പൻറ്റ്. അങ്ങനെ റിപ്പൻറ്റ് ചെയ്യുകയാണെങ്കിൽ വിചാരം കൊണ്ട്, നമ്മൾ വിചാരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരാളിനെ നോക്കുമ്പോൾ ആ ആളിന് തോന്നി വളരെ സ്നേഹാർദ്രമായ വിശുദ്ധമായ നോട്ടമാണെന്ന്. പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ അതല്ലായിരുന്നു. ഞാൻ നോക്കിയ എൻ്റെ ഇൻറ്റൻഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, മോഹത്തോടുകൂടി ആ നോട്ടം, യു ആർ ഓൾറെഡി കമ്മിറ്റഡ് എ ക്രൈം. ഡിഡ് ഹി സേ ദാറ്റ്? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. നമ്മുടെ നോട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. വിത്ത് വാട്ട് ഇൻറ്റൻഷൻ വി ആർ ലുക്കിംഗ് ആറ്റ്. നമ്മൾ ഈ നോക്കുന്ന നോട്ടം അത് ദൈവികമായ നോട്ടമാണോ അല്ലയോ? ഇതൊക്കെ ഒരു പക്ഷേ ദൈവത്തോട് നമ്മൾ പറയേണ്ടുന്നതായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ കുമ്പസാരത്തിലും നമ്മൾ ഈ തരത്തിലുള്ള ഒരു അപേക്ഷ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ തെറ്റിപ്പോയി, ക്ഷമിക്കണമേ എന്നുള്ളത്. അപ്പോൾ ഓരോ കുമ്പസാരം കഴിയും തോറും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് ഈ ലോകത്തെ നോക്കുവാനുള്ള ഒരു പാഠവും പഠനവുമാണ് നമുക്ക് നടക്കുന്നത്. അത് ഏത് ഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാം. നമ്മുടെ ഈ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കുമ്പസാരം ഒരു മാപ്പിൻ്റെ, ഒരു ഫർഗീവ്നെസ്സിൻ്റെ കൂദാശ കൂടെയാണ്. നമ്മൾ ഈ ഹജ്ജിന് പോകുന്ന ആളുകളെയൊക്കെ അറിയാം. അവരതിന് പോകുന്നതിന് മുമ്പ് വീടാന്തോറും കയറി ഇറങ്ങി അവർ ക്ഷമ അപേക്ഷിക്കും. ശരിയോ തെറ്റോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഹജ്ജിന് പോവുകയാണ്, തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ശരിയായ വ്രതനിഷ്ഠയോടെ പോയില്ലെങ്കിൽ പഴയ കാലത്ത് പുലി പിടിക്കും എന്ന് പറഞ്ഞാൽ അതൊരു ആശയമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം വ്രതശുദ്ധിയോടുകൂടി പോകണം. സത്യമായി നമുക്ക് നോക്കാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നോക്കി എത്രമാത്രം പവിത്രതയോടെയും വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന്, കുമ്പസാരം ഏറ്റുപറയുന്നതിനും പോകുന്നത്. അവിടെ ഇരിക്കുന്നവരോട് കുറച്ചുകൂടി സീരിയസ് ആകണ്ടേ? ഒന്നീ വേണോ അല്ലെങ്കിൽ ഇല്ല, ഇത്രയേ ഉള്ളൂ, ആകണം. ടേക്ക് വർഷിപ്പ് വെരി വെരി സീരിയസ്ലി. ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇത് ഗൗരവമായി ഈ കാര്യങ്ങൾ കാണണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ഷമ കൊടുക്കുകയും വേണം, ക്ഷമ സ്വീകരിക്കുകയും വേണം. നമുക്ക് ക്ഷമ കിട്ടാനുണ്ട്, നമുക്ക് ക്ഷമ കൊടുക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് വളരെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ യേശു ഒരു കുമ്പസാരം നടത്തി എന്ന എൻ്റെ ഒരു ചിന്ത ആയിട്ട് അങ്ങനെ തോന്നുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ക്രൂശിൻ്റെ സമയം അടുത്തപ്പോൾ ഗെത്സമനായിലെ നെടുമ്പാടുള്ള പ്രാർത്ഥന, രക്തം വേർത്തുള്ളിയാകുന്ന ആ വേദനയുടെ നടുവിൽ ഒരു സഹജമായ മനുഷ്യഭാവത്തോടെ യേശു പറഞ്ഞു, പിതാവേ പിതാവേ സഹിക്കാൻ ഒക്കുന്നില്ല, ഇതൊന്നും മാറ്റിത്തരുമോ? ആരും പ്രാർത്ഥിച്ചു പോകുന്നതാണ്, ഒരു ഇന്നസെൻ്റ് പ്രാർത്ഥനയാണ്. ഒരു സെക്കൻഡ് താമസിച്ചില്ല. യേശു പറഞ്ഞു, പിതാവേ തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ തന്നെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതാകുകയാണ്. ഉടനെ പറഞ്ഞു, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. പറഞ്ഞോ ഇല്ലയോ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ്. ഓരോ കുമ്പസാരവും ഈൽഡിങ് അവർ വിൽ ടു ദ വിൽ ഓഫ് ഗോഡ്.
നമ്മളുടെ വില്ലിനെ, നമ്മളുടെ ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിർവടിയായി നിർവഹിക്കുവാൻ നമ്മളെ സമർപ്പിക്കുന്ന സമയമാണ് ഏത്? കുമ്പസാരം. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലളിതമായ കാര്യമാണല്ലോ. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുന്നതിന് എന്നെ സമർപ്പിക്കുന്നു എന്ന് നമ്മളൊരു കുമ്പസാര പ്രാർത്ഥനയും കഴിഞ്ഞ് വിശുദ്ധ കുർബാനയും സ്വീകരിച്ചിട്ട് പറയാറുണ്ടോ? ഇവിടെ ഇരിക്കുന്ന, മുമ്പിലിരിക്കുന്ന പറയാറുണ്ടോ? പറയണ്ടേ? അപ്പോൾ ഓരോ കുമ്പസാരവും ഉപ്പാപ്പൻ കളിയല്ല. വി ആർ ഈൽഡിങ് അവർ വിൽ. ആദമിൽ കണ്ടത്, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം. ദാറ്റ് ഈസ് ഗോഡ്സ് വിൽ, നോട്ട് ടു ഈറ്റ്. അവർ തീരുമാനിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടമല്ല പ്രധാനം, ഞങ്ങളുടെ ഇഷ്ടമാണ്. ഈൽഡിങ് ദെയർ വിൽ ടു ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി തങ്ങളുടെ ഇഷ്ടം അവർ നിവർത്തിച്ചു. ആൻഡ് ദാറ്റ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് സിൻ. നമുക്ക് അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് ആഡം? അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തെ കീഴ്പ്പെടുത്തി ദൈവത്തിൻ്റെ ഇഷ്ടം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചോദിക്കുക, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ കുമ്പസാരം നടത്തുന്നവരാണ്. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നതാണോ കൂടുതൽ നടക്കുന്നത്? നമ്മൾ ദൈവത്തെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ദൈവത്തെ ഉപയോഗിക്കുന്നവരാണോ? ആ രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്ന 2-3 സ്ത്രീ ജനങ്ങൾ, ഏതായാലും നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ, നമ്മുടെയൊക്കെ പള്ളികൾ, ഓരോരുത്തരും അവരുടെ പള്ളി ഒന്ന് എടുക്കുക. ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ ഇഷ്ടത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തിയാൽ ആ പള്ളി ദൈവരാജ്യമാകുമോ ഇല്ലയോ? എന്തെങ്കിലും പറയണം? ആകും. ആക്കാതിരിക്കുന്നത് അപകടകരമായ ആത്മീയതയാണ്. കള്ളഭക്തിയുടെ ലക്ഷണങ്ങളാണതെല്ലാം. ആകണം, ആയേ മതിയാവൂ. നമ്മുടെ ആരാധനകൾ ദൈവ നിന്ദയാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കണം. അത് ദൈവത്തെ വന്ദിക്കുന്നതാണോ നിന്ദിക്കുന്നതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഈ സഭയിൽ ഞാൻ പറയുന്നത് ഇരിക്കുന്ന മാത്രമല്ല, എല്ലാ സഭകളിലും എല്ലാ മതങ്ങളിലും ഈ പറയുന്ന ഒരു വിപ്ലവകരമായ ദൈവബോധവും അതിനനുസരിച്ചുള്ള ഒരു മനുഷ്യത്വവും ധാർമ്മികതയും നീതിബോധവും സത്യസന്ധതയും സുതാര്യതയും നമുക്ക് വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ വിശുദ്ധ ഈ കുമ്പസാരവും ഇറ്റ് ഈസ് എ ക്രൈസ്റ്റ് ഫില്ലിംഗ് മൊമെൻറ്റ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്നതിൻ്റെ സമയമാണ് ഓരോ കുമ്പസാരവും. അവിടെ ഇരിക്കുന്നവർ എന്നാ പറഞ്ഞത്? ഇറ്റ് ഈസ് എ ക്രൈസ്റ്റ് ഫില്ലിംഗ് ടൈം. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന സമയമാണ്. യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മുടെ ബലൂണിൽ, കുട്ടികളല്ലേ, ബലൂണിൽ ഹീലിയം നിറച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്നും മനുഷ്യർ എന്തോ മിണ്ടാത്തത്. അത് മേലോട്ട് ഉയരും. ഒരിക്കലും ഈ മണ്ണിൽ പൊതയാൻ അനുവദിക്കുകയില്ല, സാധിക്കുകയില്ല. അത് എവരി കൺഫെഷൻ ഈസ് ക്രൈസ്റ്റ് ഫില്ലിംഗ്, ഒരു ഹീലിയം നിറയ്ക്കലാണ്. പിന്നെ നിങ്ങൾ മേലോട്ടേ ഉള്ളൂ. ഈ ലോകവും അതിൻ്റെ മോഹവും അയഥാർത്ഥമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ ലോകത്തിന് അതീതമായ ഈ മാറ്ററിനെ സ്പിരിറ്റ് കൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു ദൈവികമായ ഒരു ക്രമത്തിലേക്ക് നമ്മൾ വളർന്നേ മതിയാകുകയുള്ളൂ. പൗലോസ് അതിന് കൃത്യമായി പറയുന്നത്, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിച്ചുവെങ്കിൽ ക്രിസ്തു ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത്. വീണ്ടും നമുക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യം, ഞാനിതൊക്കെ എന്തിനാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ഗൗരവമായി എടുക്കാതെ നമുക്ക് രക്ഷ ഇല്ല. സൂത്രപ്പണി കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരല്ല സഭ, ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിറവേറ്റി ദൈവരാജ്യം ഈ ഭൂമിയിൽ വരാനുള്ള ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണത്. ആ വലിയ ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. എന്നാൽ ഇന്ന് കുമ്പസാരത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? മുമ്പേ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഈ
വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലുമെല്ലാം നമ്മൾ തെറ്റ് ചെയ്യുന്നു, വേണ്ട രീതിയിൽ പറയുന്നില്ല. ഇനിയും പ്രായോഗികമായ 2-3 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം പറയണം. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അദ്ദേഹത്തോടാണ്, പേരെന്നാ ഈ മുമ്പിലിരിക്കുന്ന ആൾ? സണ്ണി, ഡാനിയൽ. എൻ്റെ ഒരു സ്നേഹിതന് വലിയ പരിചയമില്ല, എങ്കിലും ഇനി മുതൽ വലിയ സ്നേഹിതനാണ് ഡാനിയൽ. മിസ്റ്റർ ഡാനിയൽ ഏത് സ്ഥലക്കാരനാണ്? ദാനിയേലിനോട് ഞാനൊരു തെറ്റ് ചെയ്തു, വിചാരം കൊണ്ട് വചനം കൊണ്ട് ഒരു തെറ്റ് ചെയ്തു. ആരാണ് തെറ്റ് ചെയ്തത്? ഞാനാണ് തെറ്റ് ചെയ്തത്. ആരോടാണ് തെറ്റ് ചെയ്തത്? മിസ്റ്റർ ഡാനിയേലിനോടാണ് തെറ്റ് ചെയ്തത്. മനസ്സിലായോ? ഈ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റു പറയേണ്ടത് ദാനിയേലിനോടാണോ ദൈവത്തോടാണോ? സംശയം ആർക്കും വേണ്ട, സംശയം ആർക്കും ഉണ്ടാകരുത്. ദാനിയേലിനോട്. ഇതെന്തിനാണ് നമ്മൾ ദൈവത്തെ ഏൽപ്പിക്കുന്നത്? സൂത്രപ്പണിയല്ലേ ദൈവത്തെ നമ്മൾ ഇത് ഏൽപ്പിക്കുന്നത്. ഇനിയിപ്പം നിങ്ങളെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവരും നല്ലതാണല്ലോ, ഞാനേ ഉള്ളു ഇച്ചിരി കുറവ്. ഇത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഭക്തി ദൈവമാണ് ക്ഷമിക്കുന്നത്, സമ്മതിച്ചു, ദൈവമാണ് ക്ഷമിക്കുന്നത്, അങ്ങനെ തന്നെ വെക്കുക. അടുത്ത ഒരു ചോദ്യം, അതിൻ്റെ തൊട്ട് പുറകിൽ ഞാൻ പേരൊന്നും ചോദിക്കാൻ സമയമില്ല, അതുകൊണ്ട് ആ വെള്ള ഷർട്ടുള്ള. അപ്പോൾ സ്നേഹിതന് ഒരാളിനോട് ഒരു പ്രയാസമുണ്ടെന്ന് വയ്ക്കുക. ആരോടെയും പ്രയാസമില്ലാത്ത ഒരു വിശുദ്ധനായ മനുഷ്യനാകെ അദ്ദേഹമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി, അവൻ ഉണ്ടെന്ന് ധരിച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന ഏറ്റു പറഞ്ഞു, സർവശക്തനായ ദൈവം ക്ഷമിച്ചു എന്നുള്ളത് തന്നെ ഇരിക്കട്ടെ. ആ സ്നേഹിതൻ അന്ന് ശാന്തമായിരുന്നു, പള്ളി കഴിഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാൻ ഈ മിസ്റ്റർ ഡാനിയേലിനോട് കുറച്ച് അദ്ദേഹത്തെ മോശമായി സംസാരിച്ച ചിലരോട് ഞാൻ അദ്ദേഹത്തോടെ പോയി അങ്ങ് ക്ഷമ ചോദിച്ചോട്ടെ എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്ത് ഉത്തരം പറയും? അതിന് ഇത്രയും സമയം വേണോ? എന്താ പറയും ഇവിടെ ഇരിക്കുന്നവർ? എന്താ നമ്മൾ ചോദിക്കാത്തത്? ഇതെന്തിനാണ് ദൈവത്തിൻ്റെ തലയിൽ നിന്ന്? ദൈവത്തിൻ്റെ തലയിൽ ഭാരം കെട്ടിവെച്ച് ദൈവത്തെ വിഷമിപ്പിക്കരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നെ കുറ്റപ്പെടുത്തരുത്, വിശ്വാസമൊന്നും കുറയരുത്, മനസ്സിലായത്. ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറച്ചു പറഞ്ഞോണം, കണ്ടിട്ടില്ല. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. കാണുന്ന നാളിൽ അവൻ മരിക്കും. ഈ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് നിങ്ങൾ എന്തിനാണ് ഈ പറയാൻ പോകുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച കാണപ്പെടുന്ന ആ സഹോദരനോ സഹോദരിയോ അയൽവക്കക്കാരനോ അവിടെ ഉണ്ടല്ലോ, അതെന്താ ചെയ്യാത്തത്? കേൾക്കുന്നുണ്ടോ? ഒരു അനക്കമൊക്കെ വേണം. കേൾക്കുന്നുണ്ട്? എന്താ ചെയ്യുന്നത്? ദൈവത്തോട് ഞാൻ ക്ഷമിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ദൈവം എന്നാ പറയും? പറയും എല്ലാം. ഇന്നു മുതൽ ചോദിച്ചോണം ദൈവത്തോട്, ദൈവമേ, ഞാൻ ആരെ ദുഃഖിപ്പിച്ചോ അവൻ്റെ അടുത്ത് പോയി ക്ഷമ ചോദിച്ചോട്ടെ എന്നുള്ളത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, ഇങ്ങനെ ക്ഷമ ചോദിക്കാനും കൊടുക്കാനും അപാരമായ ദൈവകൃപയും അസാമാന്യമായ ധീരതയും ഉള്ളവനും മാത്രമേ ക്ഷമ തെറ്റിപ്പോയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മഹത്വപ്പെടുത്തുന്നു. അപാരമായ ദൈവകൃപയുണ്ടെങ്കിൽ അത് സാധിക്കുകയുള്ളൂ. ദൈവമേ, തെറ്റിപ്പോയി, അത് ക്ഷമിക്കണമെന്ന് ഞാനിവിടെ ഇരിക്കുന്നവരോട്, അടുത്തിരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്കങ്ങനെ ക്ഷമ ചോദിക്കാൻ ക്ഷമ ചോദിക്കേണ്ടതായിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? ആരോടെ എനിക്ക് ക്ഷമ ചോദിക്കാനില്ല. ആ തബലിസ്റ്റ് നല്ല മനുഷ്യനാണല്ലോ, ആരോടെങ്കിലും ഇല്ലേ? കാണും, നിശ്ചയമായിട്ടും കാണും. ഇത് നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ ഇവിടെ ഇരിക്കുന്നവർ ദൈവത്തെയും കളിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ കളിപ്പീര് സ്വയം വഞ്ചനയാണ്, ആത്മവഞ്ചനയാണ്. ഈ ആത്മവഞ്ചന ആണ് പ്രധാനം. അതിന് ശേഷമേ പരവഞ്ചനയുള്ളൂ. എല്ലാ പരവഞ്ചനയിലും ആത്മവഞ്ചനയുണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇനിയും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നതൊന്ന് തുടർച്ച വേണം, അല്ലെങ്കിൽ ഇവിടെ തെറ്റിപ്പോകും. അതായത് ദൈവം ക്ഷമിക്കുന്നു. ആരാണ് ക്ഷമിക്കേണ്ടത്? സത്യത്തിൽ ആരോട് തെറ്റ് ചെയ്തോ അവരോടാണ് ക്ഷമിക്കേണ്ടത്. അപ്പോൾ ഒരു ഭക്തി കൊണ്ട് നമ്മൾ പറയുന്നു, ദൈവം ക്ഷമിച്ചാൽ എല്ലാം ക്ഷമിക്കുകയല്ലേ? അങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ആ ആളിനോടുള്ള മുമ്പിരിക്കുന്ന സാറിനോടുള്ളത്, ദൈവം ക്ഷമിച്ചു, ഞാനാണ് ആ സാറിനോട് തെറ്റ് ചെയ്തത്,
ഞാൻ സാറിനോട് തെറ്റ് ചെയ്തത് ക്ഷമിച്ചു എന്ന് എങ്ങനെയാണ് ആ സാർ അറിയുന്നത്? ദൈവം രാത്രി ഒന്ന് പറയൂ? ഇല്ല. അപ്പോൾ അദ്ദേഹം എന്നും എന്നോട് ശത്രുതയിൽ തന്നെയല്ലേ ഇരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തോടെയും ക്ഷമിച്ചിട്ടില്ല, അദ്ദേഹം എന്നോടെയും ക്ഷമിച്ചിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ ഉള്ളത് കൊണ്ടാണ് യേശു തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞ് വളരെ ലളിതമായി നമ്മളോട് പറഞ്ഞു, നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ യാഗം കഴിക്കാൻ വരുമ്പോൾ, നീ കുർബാന കൊള്ളാൻ വരുമ്പോൾ, നീ യാഗവസ്തു അവിടെ വെച്ചിട്ട് സഹോദരൻ്റെ അടുക്കൽ പോയി അവനോട് അനുരഞ്ജനപ്പെട്ടിട്ട് നിരപ്പിൻ്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും കഴിഞ്ഞ് വന്ന് നീ യാഗം കഴിക്കണം. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളുണ്ട്. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ മനസ്സിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രകമ്പനമൊക്കെ കൊള്ളിച്ച് നമ്മളെ സ്പർശിക്കാത്ത ചില കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് നല്ലവൻ കൊള്ളാവുന്നവൻ എപ്പോഴും ഉണ്ട്. ഇന്നൊന്നും പറയുന്നതല്ല ക്രിസ്ത്യ ജീവിതം. ദൈവജനമേ, എൻ്റെ ദുഃഖം പറയുന്നു എന്ന് മാത്രം. ഇതല്ല. അങ്ങനെയാണെങ്കിൽ ലോകം നന്നാകണ്ടേ? ഇങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ക്ലാസ് എടുത്തവരും പറഞ്ഞു, കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഇവിടെയാണ്. എന്താണ്? മുക്കിന് പള്ളിയില്ലേ? മുക്കിന് ആത്മീയ കേന്ദ്രങ്ങളില്ലേ? ഇതെല്ലാം ഇവിടെ അവസാനിക്കണമല്ലോ. എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? അവസാനിക്കാത്തതിൻ്റെ കാരണം നമ്മൾ എവിടെയോ കുഴപ്പത്തിലാണ്, എവിടെയോ ചോർച്ചയുണ്ട്. ആ ചോർച്ച കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ആ ചോർച്ച അടയ്ക്കുന്നതിന് ഇറ്റ് ഈസ് പെയിൻഫുൾ. ഇത് അപ്പോൾ ഇനിയും അടുത്ത കാര്യം കൂടെ ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ന് നിങ്ങൾ ഇനിയും ഒന്നും ഇതിങ്ങനെ കേട്ടിരുന്നാൽ മതി. കുറച്ച് നേരം ചോദ്യമില്ല, അത് നിർത്താൻ പോവുക. എന്നാൽ അറിയാതെ ചോദിച്ചു പോകും. ഇനിയും എന്തെല്ലാമാണ് ദൈവത്തെ ഏൽപ്പിക്കുന്നത്? ഈ കുമ്പസാരത്തിൽ, വിചാരത്തിലെ, വചനത്തിലെ, പ്രവൃത്തിയിലൊക്കെ വന്നു പോയതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായി നഷ്ടമുള്ള ഒരു വിഷയത്തിലല്ല. ഈ ദൈവത്തെ ഏൽപ്പിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം. ആ ഭാഗത്തിരിക്കുന്നവർ, ഈ ദൈവത്തെ ഏൽപ്പിക്കുന്ന നിങ്ങൾ, ഈ നമ്മുടെ സോക്കോൾഡ് ആത്മീകം എന്ന് പറയുന്ന ദൈവം ലോകത്തിലെ ദരിദ്രരെല്ലാം കാത്തുകൊള്ളണമേ, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കണമേ, ജോലിയില്ലാത്തവന് ജോലി കൊടുക്കണമേ, ഞാൻ ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിക്കണമേ എന്നൊക്കെയുള്ള ആത്മീയ കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുന്ന നിങ്ങൾ. നമ്മളുടെ പണവും വസ്തുവും സ്വർണവും നമ്മുടെ അസറ്റും ദൈവം ഉപയോഗിക്കാൻ അനുവദിക്കുമോ? ഒന്നിനും അനുവദിക്കുമോ? അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ. അനുവദിക്കുമോ? അതിനുത്തരം എനിക്ക് ഒന്നുകൂടെ ശരിക്കും കേൾക്കണം. അനുവദിക്കുമോ ഇല്ലയോ? ഇല്ല. വങ്കത്തരമല്ലേ? കൊള്ളത്തരമല്ലേ? ദൈവത്തെ കളിപ്പിക്കുകയല്ലേ? സ്നേഹിതനെ, ദൈവം ഏകനാണെങ്കിൽ നമ്മൾക്ക് നഷ്ടമില്ലാത്തത് ദൈവത്തിൻ്റെ തലയിലിടുകയും നമുക്ക് നഷ്ടപ്പെടുന്നതിനെല്ലാം നമ്മുടെ താക്കോൽ കയ്യിലിരിക്കുകയും ചെയ്യുന്ന ദൈവനിന്ദയും ദൈവിക പരിഹാസമല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. ശരിയല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? ശരിയാണ്, ശരി, ഇതേ ഉള്ളൂ ശരി, ഇതേ ഉള്ളൂ ശരി. അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ദൈവത്തെ വയ്ക്കും. സഖായിയുടെ വീട്ടിൽ ദൈവം പ്രവേശിക്കുന്നു. സഖായിയുടെ വീട്ടിൽ ദൈവം പ്രവേശിച്ചപ്പോൾ അത് വെറും ആത്മീയ കാര്യം മാത്രമല്ല, ഭൗതിക കാര്യങ്ങൾ. സഖായി പറഞ്ഞു, യേശുവേ, അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നു, യേശുവേ, ഈ കൂട്ടിയിരിക്കുന്നതെല്ലാം അനീതിയുടേതാണ്, ഇതെല്ലാം ചുങ്കം പിരിച്ചുണ്ടാക്കിയതാണ്, ഇത് അനേകം ആളുകളുടെ കണ്ണുനീരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ തെറ്റിപ്പോയി, ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ വസ്തുവകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. അന്യായമായി വാങ്ങിയിട്ടുള്ളതിൻ്റെ അതിനില്ലയോ 4 മടങ്ങായി കൊടുക്കും. നമ്മുടെ അസറ്റിൻ്റെ താക്കോൽ ദൈവത്തെ ഏൽപ്പിക്കണമെങ്കിൽ ഏൽപ്പിക്കാമോ? ഏൽപ്പിക്കാം. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടൊന്നല്ല, നമുക്ക് പരസ്പരം ചോദിക്കാം. ദൈവം നമുക്ക് തന്നു എന്ന് പറഞ്ഞ കാറ് നമ്മുടെ അയൽവക്കത്തെ വീട്ടിൻ്റെ പടിഞ്ഞാറേ വീട്ടിൽ ഒരു സാധാരണക്കാരനുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം, വണ്ടിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുമുണ്ട്, ഓട്ടോയ്ക്ക് 250 രൂപ കൊടുക്കണം, അതിനുള്ള പാങ് അയാൾക്കില്ല, പക്ഷെ കടം വാങ്ങിച്ചു കൊടുക്കുകയാണ്. പറയരുതോ സ്നേഹിത, എൻ്റെ കാർ ഇവിടെയുണ്ട്, എനിക്ക് വലിയ ജോലിയൊന്നുമില്ല, ഏത് സമയത്ത് പോകണമെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയുന്നവരാണോ? പറയുന്നവർ നിശ്ചയമായിട്ടും കാണും. പറയുമോ? നമ്മുടെ ബെൻസ് കാറ് അങ്ങനെ ഒരു ഡയാലിസിസിന് കൊടുക്കുമോ?
ഒന്നിയിലുണ്ട് അല്ലെങ്കിൽ ഇല്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ വൈകൃത പ്രശ്നമാണ്. സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. അപ്പോൾ അസറ്റുമായി ബന്ധപ്പെടുന്നതെല്ലാം ഞാൻ കൺട്രോൾ ചെയ്യും. ആത്മീയമെന്ന് പറയുന്ന ഈ കാപട്യ രംഗങ്ങളെല്ലാം ദൈവം കൺട്രോൾ ചെയ്യണം. സാറേ, മര്യാദയാണോ അത്? 1, 2, 3 ആ 4ാമത്തെ ആ ഭാഗത്തിരിക്കുന്ന 2 പേര്, മര്യാദയാണോ അത്? സംശയം വേണ്ട. അല്ല, അല്ല. അപ്പോൾ നമുക്ക് ഇനിയും ഈ 12 ശിഷ്യന്മാർ, യേശു 13 ദരിദ്രന്മാർ അവിടെ ചെന്നായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, എന്നാ ഈ കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രന് തലയായിക്കാനില്ലാത്തവരായി 13 എണ്ണം. ആ 13 അവിടെ ചെന്ന് അയാൾ സഖായി മാനസാന്തരപ്പെട്ട് ഇപ്പോൾ 14 ദരിദ്രന്മാരായി. ഇനി അതല്ലെങ്കിൽ തന്നെ അങ്ങനെ ദരിദ്രനാകണ്ട. ഈ 14 പേരും ഒരു കൂട്ടായ്മയിലായി, ഒരു നിരപ്പിലായി. എല്ലാവർക്കും ഏതോ വകയുണ്ടായി. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരി. നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാകുന്നത് നല്ലതല്ലേ? ഉള്ളവനും ഇല്ലാത്തവനും, ദുഃഖിക്കുന്നവനും സന്തോഷിക്കുന്നവനും എല്ലാം പരസ്പരം കരുതലോടെ പങ്കിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഹോളി കമ്മ്യൂണിറ്റി ആയിട്ട് തീരുന്നത് നല്ലതല്ലേ? ശ്രമിക്കണം, പോയി ശ്രമിക്കണം. സാധിക്കും, സാധിക്കുക തന്നെ ചെയ്യും, സാധിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2 അനുഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ഇതൊക്കെ സാധിക്കുമോ? സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ കേരള ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറി ട്രഷററാണ്, ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിൽ ഡോക്ടർ സാബു ടി തോമസ് ഒരു കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ശരിയല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന സ്ത്രീയെ ഞാൻ വളരെ രൗദ്രമായി സംസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ആ സ്ത്രീയോട് നിരന്നപ്പോഴത്തേക്ക് കുർബാന കഴിഞ്ഞു. അന്ന് സാബു ഇതിനകത്ത് കാണുമായിരിക്കാം ഒരു പക്ഷേ. എന്നോട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞോളാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുർബാന കൊണ്ടില്ല. ഞാൻ പറയുന്നു, സാബു അന്നാണ് ശരിക്കും കുമ്പസാരം നടത്തിയത്. അദ്ദേഹം കുർബാന കൊണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം കുർബാനയായി മാറി. 2ാമത്തെ അനുഭവം, VT ജോൺ എന്ന് പറഞ്ഞ നമുക്കൊരച്ഛനുണ്ട്. ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ സഹോദരനാണ്, അമേരിക്കയിലാണ്. അച്ഛൻ ഇവിടെ തലവടി സെൻറ്റ് ജോൺസ് ഇടവകയിൽ ഇരിക്കുമ്പോൾ ആ ഇടവകയിൽ ചില പ്രയാസങ്ങളുണ്ടായി. അവിടെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ കുർബാന ചൊല്ലാൻ ചെയ്യും. അച്ഛൻ നേരിട്ട് പറഞ്ഞു, 2-3 ദിവസം മുമ്പ് ഞാൻ നേരിട്ട് എൻ്റെ ഒരു സ്നേഹിതനോട് ഇരുന്ന് അച്ഛനെ വിളിച്ച് ഉറപ്പാക്കിയിട്ട് സംസാരിക്കണം. അച്ഛൻ വെളിവ് നിറഞ്ഞ രക്ഷകനെ എന്നുള്ള പാട്ട് തുടങ്ങുന്ന സമയത്ത്, ഈ ഇടവകയിൽ നീ നിരക്കാൻ ഒരാളുണ്ട്, കുർബാന കൊള്ളാത്ത ഒരാളുണ്ട്. നീ കുർബാന ചൊല്ലിയാൽ അതിനർത്ഥം എന്താണ്? നീ റെക്കൺസൈൽ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവമേ, മനസ്സിൻ്റെ ചിന്തകളാണ്. ഞാൻ പോയി സർവീസ് കഴിഞ്ഞ് ക്ഷമ ചോദിക്കാം. 2ാം ഭാഗം ശുശ്രൂഷ ആരംഭിച്ചു. അച്ഛൻ പറഞ്ഞു, ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഉയർത്തൊഴുകയാണ്, മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു മനസ്സുകൊണ്ട്, ദൈവമേ, ഷോ മീ എ റൈറ്റ് ടൈം, ഐ വിൽ ഗോ ആൻഡ് റെക്കൺസൈൽ വിത്ത് ദാറ്റ് ബ്രദർ. അങ്ങനെ അദ്ദേഹം ദൈവസുധർനാമായിടുവാൻ എന്നുള്ള പാട്ട് പാടിയപ്പോൾ ആളുകൾ കുർബാനയ്ക്ക് വരികയാണ്. കാപ്പായിട്ട VT ജോണച്ചൻ പടിഞ്ഞാറോട്ട് നടക്കുകയാണ്. ആ ആളിൻ്റെ അടുത്തെത്തി. പേരൊക്കെ എനിക്കറിയാം, പക്ഷേ അത് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ തോളയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് കുർബാന ചൊല്ലാൻ ഒക്കുന്നില്ല. അച്ഛൻ പേര് വിളിച്ചിട്ട് പറഞ്ഞു, കുർബാന സ്വീകരിക്കുന്നില്ലല്ലോ. അദ്ദേഹം എഴുന്നേറ്റ് മുമ്പോട്ട് വന്നു, കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന പറഞ്ഞു. അന്ന് ആ പള്ളിയിൽ വലിയ പശ്ചാത്താപവും വലിയ ആത്മീയ ഉണർവും ഉണ്ടായി. 11-12 ആളുകൾ അന്ന് സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചു. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഒറീസ മിഷനിൽ പോയത്. സ്നേഹിതരെ, ഒരു ബിഷപ്പായാലും അച്ഛനായാലും അൽമായനായാലും സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞേച്ച് റെക്കൺസൈൽ ചെയ്തേച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഈ കുമ്പസാരമൊക്കെ അർത്ഥപൂർണ്ണമാകുന്നത്. അവസാനിപ്പിക്കാം. ദൈവമേ, ഞാൻ ഈ പറയുന്നതൊക്കെ
ദൈവകൃപയിൽ നമ്മൾ ആയിത്തീരേണ്ടതല്ലേ? നമ്മുടെ ഇടവകയിൽ ഒരാൾ കുർബാന കൊള്ളുന്നില്ലെങ്കിൽ ആ ആൾ കുർബാന കൊള്ളേണ്ടത് എൻ്റെയും ആവശ്യമാണെന്ന് കണ്ട് അവനെ ചേർക്കുന്ന കുമ്പസാരത്തിൻ്റെ യാഥാർത്ഥ്യമല്ലേ നമുക്ക് വേണ്ടുന്നത്? സഹോദരനില്ലാതെ എന്ത് കുമ്പസാരം? കായിനോട് ദൈവം ചോദിച്ചു, വേർ ഈസ് യുവർ ബ്രദർ? നിക്കോളാസ് ബർഡിയേവ് പറയുന്ന ഒരു ചോദ്യം ഹാവേലിനോട് ദൈവം ചോദിക്കുന്നു. ചങ്കുലയുന്ന ഒരു ചോദ്യമാണ്, ഹാവേൽ, വേർ ഈസ് യുവർ ബ്രദർ? നിൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാകുന്ന സഹോദരൻ നരകയാതനെ അനുഭവിക്കുമ്പോൾ നീ സ്വർഗത്തിലിരുന്ന് നിൻ്റെ സ്വർഗം എങ്ങനെ സ്വർഗമാവും? ആരില്ലെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയേക്കാൾ എൻ്റെ സഹോദരനോടുള്ളതല്ലേ നല്ലത്? ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഉള്ള ഒരു സ്വർഗമല്ലേ നല്ലത്? അതൊക്കെ ദൈവത്തിൻ്റെ നീതിയുടെ വിഷയമായിരിക്കാം. പക്ഷേ ഈ ഒരു ദർശനം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ആത്മീയതയെക്കുറിച്ചുകൂടി ഗൗരവമായി എടുക്കണം. നമ്മുടെ ഈ ഭക്തി സാന്ദ്രമായ ഒരു ഭക്തി പ്രദർശനങ്ങളല്ല, ആത്മാർത്ഥമായ കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റുപറയാനുള്ള ആളുകളോട് നിങ്ങൾ അവരോട് ഏറ്റുപറയണം. മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കണം. നമ്മുടെ ഇടവകകളിൽ ഒരാൾ ഇടറിപ്പോയാൽ അവനെ തിരിച്ച് ചേർക്കുക എന്നുള്ള ആത്മീയ പ്രബുദ്ധത നമുക്കുണ്ടാകണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകണം. എല്ലാ പള്ളികളും തലവടി സെൻറ്റ് ജോൺസിൽ ഉണ്ടായ ഈ പശ്ചാത്താപത്തിൻ്റെ വിപ്ലവം പോലെ നമ്മുടെ ഇടവകളും ഈ സ്നേഹത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മളെ സമർപ്പിക്കണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രയും നേരം നിങ്ങൾ എന്നെ നോക്കുന്ന ഇരുട്ടായതുകൊണ്ട് നോക്കുന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. നോക്കിയിരിക്കുകയാണെന്നുള്ള പ്രത്യാശയിൽ ഞാൻ നിർത്തട്ടെ. നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സീരിയസ് ഇഷ്യൂ, ഈസ് നോട്ട് എ ജോക്ക്. വലിയ വില കൊടുക്കേണ്ടതാണ്. ആ വില കൊടുത്ത് വിലയുള്ളവരായി ഈ ലോകത്തെ ദൈവത്തിൻ്റെ ലോകമാക്കി മാറ്റുന്നതിന് നമ്മുടെ എല്ലാ കുമ്പസാരങ്ങളും മുഖാന്തരമാകട്ടെ. മുഖംമൂടികളെല്ലാം മാറ്റി സുതാര്യമായി എനിക്ക് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാനുള്ള വലിയ ബലം, ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അതിന് ദൈവം സഹായിക്കട്ടെ.